ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്, സ്നാക്കായിട്ട്, അല്ലെങ്കിൽ നമുക്ക് രാത്രിയിലെ ഡിന്നറിന് അങ്ങനെയൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. അത് മാത്രമല്ല, നമുക്ക് ഷുഗർ, പ്രഷർ ഇങ്ങനെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു റെസിപ്പി കൂടിയാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കമ്പപ്പൊടിയാണ്. അപ്പോൾ കമ്പപ്പൊടി എല്ലാവർക്കും അറിയുമെന്നാണ് വിചാരിക്കുന്നത്. ഇത് നമ്മുടെ ചോളത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്നിരുന്നാലും നമുക്കിത് മുഴുവനായിട്ടൊന്നും ആവശ്യമില്ല. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മാത്രം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് വളരെ നൈസായിട്ടുള്ള പൊടിയാണ്, പെട്ടെന്ന് തന്നെ അടിയിലൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല, നമ്മളിത് വറുത്തെടുത്തിട്ട് തയ്യാറാക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയും നല്ല ടേസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ 2 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് വെള്ളം ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ലൂസൊക്കെ നമുക്ക് പിന്നീട് കാണാം കേട്ടോ. അപ്പോൾ വെള്ളം ഒന്നിച്ചങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത്. ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ടുള്ള രീതിയിലല്ല നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്കറിയാമല്ലോ, മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ എന്നാലും ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പലർക്കും അറിയുന്നുണ്ടായിരുന്നല്ലോ ഈ കമ്പപ്പൊടി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഒരുപാട് കമൻറ്റുകൾ കണ്ടിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ചോളത്തിൻ്റെ പൊടിയാണ്. ഇനിയിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് കമ്പപ്പൊടി ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അവർ തരുന്നതായിരിക്കും കേട്ടോ. മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇത് കിട്ടുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കിയാലും മതിയായിരിക്കും കേട്ടോ. അതിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഒരുപാട് വിലയൊന്നുമില്ല ഇതിന്, വളരെ കുറച്ച് വില മാത്രമേ ഇതിനുള്ളൂ. എന്നിരുന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഇതൊക്കെ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൂസിലാണ് ഞാനിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 2 കപ്പ് അളവിൽ വെള്ളമൊക്കെ മതിയായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ഒരു 2.25 കപ്പ് അളവ് വെള്ളമൊക്കെ മതിയായിരിക്കും. അപ്പോൾ ഈ ഒരു ലൂസ് നിങ്ങൾ നോക്കിയിട്ട് ആ ഒരു രീതിയിൽ തയ്യാറാക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. പെട്ടെന്ന് തന്നെ നമ്മുടെ ബാറ്റർ റെഡിയായി കിട്ടുന്നതാണ് കേട്ടോ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വറവിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ടീസ്പൂൺ അളവിൽ കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ചധികം ചെറിയുള്ളിയാണ് ഞാനിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു 2-3 സ്പൂണോളം തന്നെ ഉണ്ടാവും. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള 1-2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞുകൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കൂടി നമുക്കിതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില കൂടി ഒന്ന് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ ഉള്ളിയുടെയൊക്കെ ആ ഒരു വറുത്ത് വരുമ്പോഴുള്ള ആ ഒരു മണം ഉണ്ടല്ലോ, അതുപോലെ ആവുന്നത് വരെ ഒരുപാട് അങ്ങോട്ട് ബ്രൗണായി കരിഞ്ഞു പോകരുത്. ഈ ഒരു രീതിയിലാവുമ്പോൾ തന്നെ നമുക്ക് വാങ്ങിയിട്ട് നമ്മുടെ ഈ ഒരു ബാറ്ററിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ വറവിട്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു മാവിലേക്ക് എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പം വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഒഴിവാക്കേണ്ടവർക്ക് അത് ഒഴിവാക്കിയിട്ട് വേറെ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് കേട്ടോ. അതായത് നമ്മൾ അപ്പം തന്നെ പൊട്ടിച്ചിട്ട് ചിരകി എടുക്കുന്ന തേങ്ങയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുമ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചതാണെന്നുണ്ടെങ്കിൽ അതിൽ അത്രയ്ക്ക് ടേസ്റ്റ് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. നമ്മൾ ഇതേപോലെയുള്ള റെസിപ്പികളൊക്കെ തയ്യാറാക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ദോശക്കല്ലാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഓരോ തവി മാവ് വീതം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അധികം അങ്ങോട്ട് പരത്തണ്ട, ചെറിയ രീതിയിലൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കണം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ്. അപ്പോൾ ഒരു വശം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത വശം ഒന്ന് പാകമാക്കിയിട്ട് എടുക്കാം കേട്ടോ. അത് അധികം സമയം വെക്കേണ്ട, പെട്ടെന്ന് തന്നെ റെഡി ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി വറവിട്ടപ്പോൾ എണ്ണയൊക്കെ അതിലേക്ക് ഓയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇനി നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുള്ളവർക്ക് അതുപോലെയും ചെയ്യാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്, ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ്. അതായത് നമുക്ക് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, കണ്ണിൻ്റെ ആരോഗ്യത്തിന്, അതുപോലെ തന്നെ ഷുഗർ, പ്രഷർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളിതൊക്കെ ഇതുപോലെ കമ്പപ്പൊടി കൊണ്ടുള്ള റെസിപ്പികളൊക്കെ തയ്യാറാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സഹായിക്കുകയും ചെയ്യും. മാത്രമല്ല അത് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല നല്ല റെസിപ്പികൾ, അതുപോലെ തന്നെ കിച്ചൺ ടിപ്സുകൾ, ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള റെമഡീസുകൾ, ഹെയർ ഡൈകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ചാനലിലേക്ക് കയറിയിട്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.